നമസ്തേ, രഞ്ജിനി വിനോദ് വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ക്ഷേത്ര സഞ്ചാരം തൃശൂർ ജില്ലയിൽ വരവൂർ ഗ്രാമപഞ്ചായത്തിൽ തളി ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ഒരു മഹാദേവ ക്ഷേത്രത്തിലാണ് എത്തി നിൽക്കുന്നത്. നെടുമ്പുറം തളി ശിവക്ഷേത്രം, തിരുമത്തളിയപ്പൻ ക്ഷേത്രം എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു അതിപുരാതനമായ ക്ഷേത്രം. നിത്യവിചാരേശ്വരത്ത് തളി എന്നും പണ്ടൊക്കെ ഈ ക്ഷേത്രം അറിയപ്പെട്ടിരുന്നു. ചേരമാൻ പെരുമാൾമാരുടെ കാലത്ത് ശൈവാരാധനയ്ക്കായി നിർമ്മിച്ച 108 ശിവക്ഷേത്രങ്ങളിൽ പ്രഥമ സ്ഥാനം അർഹിക്കുന്ന ഒരു ക്ഷേത്രമാണിത്. അതിപുരാതനമായ ക്ഷേത്രമാകയാൽ ഇപ്പോൾ പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷിത സ്മാരകമാണ്. ക്ഷേത്ര നിർമ്മിതിയൊക്കെ കാണേണ്ട കാഴ്ചകളാണ്. ഇവിടെ തിരുമത്തളിയപ്പനായി പരിലസിക്കുന്ന ആ കൈലാസനാഥന്റെ അനുഗ്രഹത്തോടുകൂടി ചരിത്ര പ്രാധാന്യമുള്ള അതിപുരാതനമായ ഈ മഹാദേവ ക്ഷേത്രത്തെ കുറിച്ച് നമുക്കിന്ന് പറഞ്ഞു തുടങ്ങാം. തൃശൂർ ജില്ലയിൽ വരവൂർ ഗ്രാമപഞ്ചായത്തിൽ തളി ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന തളിയിൽ മഹാദേവ ക്ഷേത്രം, ശ്രീ നെടുമ്പ്രയൂർ തളി ശിവക്ഷേത്രം, നെടുമ്പുറം തളി ശിവക്ഷേത്രം, തിരുമത്തളിയപ്പൻ ക്ഷേത്രം, നിത്യവിചാരേശ്വരത്ത് തളി ക്ഷേത്രം എന്നിങ്ങനെ വിവിധ നാമങ്ങളിൽ അറിയപ്പെടുന്നു. ചരിത്രപരമായി ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഈ ക്ഷേത്രത്തിന് 2000 വർഷങ്ങൾക്ക് മേൽ പഴക്കം അനുമാനിക്കപ്പെടുന്നു. 2005 ഈ ക്ഷേത്രം സംസ്ഥാന പുരാവസ്തു വകുപ്പ് സംരക്ഷിത സ്മാരകമായി ഏറ്റെടുക്കുന്നത്. 2.25 ഏക്കറോളം വിസ്തൃതമായ ക്ഷേത്രഭൂമിയും അതിപുരാതനമായ ക്ഷേത്ര നിർമ്മിതിയും കേരളത്തിലെ ഉയരമേറിയ ശ്രീകോവിലുകളിൽ ഒന്നായ ഇവിടുത്തെ അതിബൃഹത്തായ ഇരുനില ചതുര ശ്രീകോവിലും ശില്പചാതുരിയുമൊക്കെ ഇവിടുത്തെ മഹത്തായ കാഴ്ചകളാണ്. കിഴക്ക് ദർശനമായി കുടികൊള്ളുന്ന ശ്രീ പരമേശ്വര പ്രതിഷ്ഠ നടത്തിയത് ഗരമഹർഷിയാണെന്ന് വിശ്വസിക്കുമ്പോൾ തന്നെ പരശുരാമ പ്രതിഷ്ഠിതമാണെന്ന് മറുവാദവുമുണ്ട്. ദക്ഷയാഗത്തിനിടയ്ക്ക് സതീദേവിയുടെ ദേഹത്യാഗം സംഭവിച്ചതറിഞ്ഞ് രൗദ്രശിവനായി മാറിയ ഭാവത്തിലാണ് ഭഗവാൻ ഇവിടെ കുടികൊള്ളുന്നത് എന്നാണ് വിശ്വാസം. സതീ വിരഹ ദുഃഖിതനായ ഉഗ്രമൂർത്തിയായതിനാൽ ഗ്രാമത്തിന് ചില ക്ഷതങ്ങൾ സംഭവിക്കുകയും അങ്ങനെ ഒരിക്കൽ വില്ലുമംഗല സ്വാമിയാർ ഇവിടെ വന്നപ്പോൾ ഭഗവാന്റെ ആ രൗദ്രഭാവം കുറയ്ക്കണം എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടുത്രേ. അതിൻ പ്രകാരം ഉണ്ണിക്കണ്ണനെ പടിഞ്ഞാറോട്ട് ദർശനമായി നാലമ്പലത്തിൽ തന്നെ അദ്ദേഹം പ്രതിഷ്ഠിച്ചു എന്നും അതിനുശേഷം ഭഗവാന്റെ ആ രൗദ്രഭാവം കുറഞ്ഞ് ശാന്തഭാവം കൈക്കൊണ്ടു എന്നൊക്കെ ഐതിഹ്യങ്ങൾ പറയുന്നു. നെടുമ്പുറം തളി എന്ന ഈ ഗ്രാമം ശിവലിംഗങ്ങളുടെ നാട് എന്നാണ് അറിയപ്പെടുന്നത്. ശൈവാരാധനയുടെ കേന്ദ്രമായിരുന്ന ഈ ഗ്രാമത്തിന് ചരിത്രപരമായി ഒത്തിരി പ്രാധാന്യങ്ങളുണ്ട്. മഹോദയപുരത്തെ ആസ്ഥാനമാക്കി കേരളം ഭരിച്ചിരുന്ന ചേരമാൻ പെരുമാക്കന്മാർ 108 ശിവക്ഷേത്രങ്ങൾ നിർമ്മിക്കുവാൻ തിരഞ്ഞെടുത്തത് പുണ്യം നിറഞ്ഞ ഈ ദേശമായിരുന്നു. ഒരു ചേര രാജാവ് ഇവിടെ അടുത്തുള്ള കൊട്ടാരത്തിൽ താമസിച്ചിരുന്നുവെന്നും അദ്ദേഹം പത്നിയായ ചെറാട്ടിയമ്മയുമൊത്ത് നിത്യവും ഈ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തിയിരുന്നുവെന്നും പറയപ്പെടുന്നു. ഒരു പുരാതന രാജകൊട്ടാരത്തിൻ്റെ അവശേഷിപ്പുകൾ ഇപ്പോഴും ഇവിടെ ഉണ്ടത്രേ. പെരുമാക്കന്മാർ നിർമ്മിച്ച 108 ശിവക്ഷേത്രങ്ങളിൽ പ്രഥമ സ്ഥാനത്തുണ്ടായിരുന്നതിനാൽ തന്നെ ഈ മഹാക്ഷേത്രം ഭരണസിരാകേന്ദ്രം കൂടിയായിരുന്നു. കുലശേഖര സാമ്രാജ്യകാലത്തെ 14 നാടുകളിലൊന്നായ നെടുമ്പുറയൂർ നാട്ടിൽ തലപ്പള്ളി, പാലക്കാട്, ചിറ്റൂർ എന്നീ പ്രദേശങ്ങളും ഉൾപ്പെട്ടിരുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ വാതിൽമാടത്തിന് സമീപത്ത് നിന്ന് കണ്ടെത്തിയ 8 ശിലകളിലുള്ള വട്ടെഴുത്തിലുള്ള പുരാലിഖിതങ്ങളിൽ 9 മുതൽ 11-ാം നൂറ്റാണ്ട് വരെ ചേര സാമ്രാജ്യം ഭരിച്ചിരുന്ന കോതൈ, ഇരവി, ഇന്ദുഗോദ എന്നീ ചേര രാജാക്കന്മാരുടെ ശാസനങ്ങളും കാണാനുണ്ട്. പാട്ടം എന്ന പദം ആദ്യം ഉപയോഗിച്ചത് ഈ ക്ഷേത്രത്തിലുള്ള ലിഖിതങ്ങളിൽ ആണെന്നും നിത്യവിചാരേശ്വരം എന്ന പേരിലാണ് ഈ ക്ഷേത്രത്തെ ലിഖിതങ്ങളിൽ പരാമർശിച്ചിരിക്കുന്നത് എന്നും പറയപ്പെടുന്നു. പ്രധാനമായും ടിപ്പുവിൻ്റെ പടയോട്ടവും പിന്നെ പ്രകൃതിക്ഷോഭങ്ങളും ഈ പുരാതന ഗ്രാമത്തിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളും തകർത്തു കളഞ്ഞപ്പോൾ ഈ പുരാതന ക്ഷേത്രം എങ്ങനെയോ പിടിച്ചു നിന്നു. ഗുരുവായൂർക്ക് പോകുന്ന വഴി ഈ ഗ്രാമത്തിലെത്തിയ ടിപ്പു ഇത് തകർക്കാതിരുന്നതിന് കാരണം ഇത് മറ്റ് ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ചെറുതാണ് എന്നതായിരുന്നു അത്രേ.
ഇവിടുത്തെ ശ്രീകോവിലിന് തന്നെ 3 നില കെട്ടിടത്തിൻ്റെ ഉയരമുണ്ട് എന്നതിനാൽ തന്നെ മറ്റ് ക്ഷേത്രങ്ങൾ എത്ര ബൃഹത്തായിരുന്നിരിക്കണം എന്ന് ആലോചിക്കാവുന്നതേയുള്ളൂ. ഈ ഗ്രാമത്തിൽ പണ്ടൊക്കെ 3 കിലോമീറ്ററിനുള്ളിൽ നിറച്ചും ശിവക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ ദൃശ്യമായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോഴും ഇവിടെ പാടത്തും വരമ്പിലും സ്വകാര്യ വ്യക്തികളുടെ ഭൂമികളിൽ അങ്ങനെ പലയിടങ്ങളിലുമായിട്ട് ഈ ശിവലിംഗങ്ങൾ ഉണ്ട് എന്ന് നാട്ടുകാർ പറയുന്നു. വീണ്ടും ഒരു 108 ശിവക്ഷേത്രങ്ങൾ എന്ന സ്വപ്നം ഈ ഗ്രാമത്തിൽ സാധ്യമാവണം എന്നൊരു സ്വപ്നവും ഇവിടുത്തെ ഭക്തജനങ്ങൾ വെച്ചു പുലർത്തുന്നുണ്ട് എന്നത് ഒരു സത്യവുമാണ്. ചുറ്റും മതിലുകളോടുകൂടിയ ക്ഷേത്രഭൂമിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ദീപസ്തംഭം, വലിയ ബലിക്കല്ല്, അഗ്രമണ്ഡപം എന്നിവയാണ് ആദ്യം കാണുന്നത്. ബലിക്കല്ലിന് ക്ഷേത്രത്തോളം പൗരാണികതയുണ്ട്. പരമ്പരാഗത ശൈലിയിലുള്ള അഗ്രമണ്ഡപം അഥവാ നന്ദിപ്പുരയിൽ മധ്യത്തിലായി കുടികൊള്ളുന്ന നന്ദികേശ്വരൻ്റെ ശിലാപ്രതിമ അത്യന്തം വ്യത്യസ്തമാണ്. ശിരസ് സ്വൽപ്പം വടക്കോട്ട് ചെരിച്ചു വച്ചിരിക്കുന്ന സാമാന്യം വലിപ്പമുള്ള ഈ ശിലാസൃഷ്ടിയുടെ പൗരാണികതയും ഈ ക്ഷേത്രത്തോളം തന്നെയുണ്ട് എന്ന് സ്പഷ്ടമാണ്. വടക്കോട്ട് ചെരിഞ്ഞിരിക്കുന്ന നന്ദികേശ്വരൻ്റെ ആ ശിരസ് പൂർണ്ണമായും ചെരിയുമ്പോൾ ലോകം അവസാനിക്കും എന്നൊരു വിശ്വാസവും ഇവിടെയുണ്ട്. അഗ്രമണ്ഡപത്തിൽ നിന്നും നേരെ എത്തുന്ന വാതിൽ മാടത്തിൻ്റെ അരഭിത്തിയിലാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ശിലാലിഖിതങ്ങൾ ഉള്ളത്. വലിയമ്പലത്തിലുള്ള വലിയ ശാലകളിലായിരുന്നു പണ്ട് കൂത്ത്, പാഠകം എന്നിവയൊക്കെ നടന്നിരുന്നത്. വാതിൽ മാടം കടന്നാൽ നമ്മൾ നേരെ ചെന്ന് എത്തുന്നത് ആ കൈലാസനാഥൻ്റെ തിരുമുമ്പിലേക്കാണ്. നിറയെ ശില്പങ്ങളുള്ളതും വൈവിധ്യമാർന്ന കൊത്തുപണികളോട് കൂടിയതുമായ മുഖമണ്ഡപത്തോടു കൂടിയ അതിബൃഹത്തായ ഇരുനില ചതുര ശ്രീകോവിലിൽ ശാശ്വതമായ ശാന്തിയും അനന്തമായ കാരുണ്യവും പ്രവഹിപ്പിച്ചുകൊണ്ട് തിരുമത്തളിയപ്പനായി അഷ്ടമൂർത്തിയായ ദാക്ഷായണീ വല്ലഭനായ പശുപതിയായ ശ്രീ പരമേശ്വരൻ പരിശോഭിക്കുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ശ്രീകോവിലുകളിൽ ഒന്നായ ഈ അത്ഭുത ശ്രീകോവിൽ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. മുഖമണ്ഡപത്തോടുകൂടിയ അതിബൃഹത്തായ ശ്രീകോവിലിൻ്റെ പടികളോടുകൂടിയ സോപാനം കരിങ്കല്ലിലാണ്. മുഖമണ്ഡപത്തിൻ്റെ കവാടത്തിൻ്റെ ഇരുവശത്തുമായി കരിങ്കല്ലിൽ കൊത്തിയെടുത്ത ദ്വാരപാലകരുടെ ആ ദൃശ്യമൊക്കെ അതിമനോഹരമായ കാഴ്ചകളാണ്. ശ്രീകോവിൽ സന്താര രൂപത്തിലുള്ളതാണ്. അതായത് ഗർഭഗൃഹത്തിൻ്റെ മതിലിനും ശ്രീകോവിലിൻ്റെ പുറം ഭിത്തിക്കുമിടയിൽ ഒരു പ്രദക്ഷിണ വഴിയുണ്ട്. ശ്രീകോവിലിനു മുമ്പിൽ നമസ്കാര മണ്ഡപമില്ല. പല്ലവ ചാലൂക്യ സ്വാധീനം പ്രകടമാകുന്ന ക്ഷേത്ര നിർമ്മിതിയും പ്രൗഢഗംഭീര കാഴ്ചയായ ശ്രീകോവിലും ഈ ക്ഷേത്രത്തിൻ്റെ ഗതകാല പ്രൗഢി ഉച്ചൈസ്തരം ഘോഷിക്കുന്നുണ്ട്. പടിഞ്ഞാറോട്ട് ദർശനമായി കുടികൊള്ളുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ ശ്രീകോവിലിനു മുമ്പിൽ നമസ്കാര മണ്ഡപമുണ്ട്. ഉണ്ണിക്കണ്ണനായി തൂമന്ദഹാസം പൊഴിച്ചുകൊണ്ട് പരിലസിക്കുന്ന നീലക്കാർ വർണ്ണൻ്റെ ആ ദൃശ്യം അതിമനോഹരമാണ്, മധുരതരമാണ്. ഗണപതി, ശാസ്താവ്, ദുർഗ, സർപ്പക്കാവ് എന്നീ ഉപദേവതമാർക്ക് പുറമെ ദക്ഷിണാമൂർത്തിയും ഇവിടെ കുടികൊള്ളുന്നുണ്ട്. ഭഗവാൻ പുരത്തിൽ ശിവൻ എന്നാണ് അറിയപ്പെടുന്നത്. നാലമ്പലത്തിനകത്ത് കിഴക്ക് ദർശനമായി ഗണപതി ഭഗവാൻ ഉള്ളതിനാൽ ഇവിടെ 2 ഗണപതി പ്രതിഷ്ഠകളുണ്ട്. നാലമ്പലത്തിനകത്ത് സാളഗ്രാമ അറയും ഇവിടെയുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ ഊരാളന്മാർ ദേശമംഗലം മനയും കൂടല്ലൂർ മനയുമായിരുന്നു. ഭൂപരിഷ്കരണ നിയമം വന്നതിനു ശേഷം അവർ ഊരാള സ്ഥാനത്ത് നിന്ന് പിന്മാറിയപ്പോൾ നിത്യനിദാന ചെലവുകൾ നടത്തുവാൻ പോലും കഴിയാത്തൊരവസ്ഥ ഇവിടെ വന്നു ചേർന്നുത്രേ. പിന്നീട് 1979 തിരുമത്തളിയപ്പൻ ക്ഷേത്രോദ്ധാരണ കമ്മിറ്റി എന്ന പേരിൽ നാട്ടുകാർ തുടങ്ങിയ കൂട്ടായ്മ ക്ഷേത്രഭരണം ഏറ്റെടുത്ത് നടത്തിവരുന്നു. ഇപ്പോൾ പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലാണ് ഈ ക്ഷേത്രമുള്ളത്. മഹാദേവനും ഉണ്ണിക്കണ്ണനും മറ്റു ഉപദേവതമാർക്കും വെവ്വേറെ വഴിപാടുകൾ ചെയ്യുവാനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. സൂക്തപുഷ്പാഞ്ജലികൾ, ധാര, പ്രദോഷപൂജ, ഉമാമഹേശ്വര പൂജ, ഗണപതി ഹോമം, കളഭം ചാർത്തൽ, തിരുമുടിമാല, നാഗങ്ങൾക്ക് ആയില്യം പൂജ, ശാസ്താവിന് നീരാഞ്ജനം, ഭഗവതിക്ക് ഭഗവതി സേവ, ദക്ഷിണാമൂർത്തി അഥവാ തെക്കും ദേവർക്ക് മന്ത്രാർച്ചനകൾ എന്നിങ്ങനെ നിരവധി വഴിപാടുകൾ ഈ ക്ഷേത്രത്തിലുണ്ട്. മേടമാസത്തിലെ വിഷുവിന് ആറാട്ട് വരത്തക്ക വിധത്തിലാണ് ഇവിടെ തിരുവുത്സവം ആഘോഷിക്കുന്നത്.
പ്രദോഷവും ശിവരാത്രിയും ശ്രീകൃഷ്ണ ഭഗവാന് പ്രാധാന്യമുള്ള അഷ്ടമിരോഹിണിയുമൊക്കെ വിശേഷാൽ ആചരിച്ചു വരുന്നുമുണ്ട്. മൃത്യുഞ്ജയ ജീവനകലയോടുകൂടിയ അതിബൃഹത്തായ ശിവലിംഗം പ്രതിഷ്ഠിതമായിട്ടുള്ള കീഴ്ത്തളി മഹാദേവ ക്ഷേത്രം, തളി ശ്രീ മഹാഗണപതി ക്ഷേത്രം എന്നിവ ഇവിടെ അടുത്തു തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. അഷ്ടമംഗല്യ പ്രശ്നവും അഷ്ടബന്ധ നവീകരണ കലശവും ഇവിടെ നടന്നിട്ട് ഏകദേശം 82 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു എന്നതിനാൽ തന്നെ അതെല്ലാം എത്രയും പെട്ടെന്ന് നടക്കണമെന്നും ക്ഷേത്രം ഗതകാല പ്രൗഢിയിലേക്ക് തിരിച്ചു പോകണമെന്നും ഭക്തന്മാർ അതിയായി ആഗ്രഹിക്കുന്നുമുണ്ട്. എത്രയും പെട്ടെന്ന് ഇതെല്ലാം നടക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. തകർക്കപ്പെട്ട 108 ശിവാലയങ്ങളിൽ ഏറിയ പങ്കും ഈ ഗ്രാമത്തിൽ ഇനിയും കണ്ടെത്തുവാൻ സാധിച്ചിട്ടുമില്ല. ഇവിടെ അടുത്തുള്ള പാടശേഖരങ്ങളിൽ തകർന്നു കിടന്നിരുന്ന ഒരു ശിവക്ഷേത്രം വീണ്ടും പുനർനിർമ്മിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അവിടെ 108 ശിവലിംഗങ്ങൾ പ്രതിഷ്ഠിക്കുവാനാണ് തീരുമാനമെന്നും ഇവിടുന്ന് ഭക്തന്മാർ പറഞ്ഞറിഞ്ഞപ്പോൾ ഏറെ സന്തോഷം തോന്നി. ഏത് അധിനിവേശ ശക്തി തകർക്കുവാൻ ശ്രമിച്ചാലും ഇത്തരം പുണ്യ പൈതൃക ഭൂമികൾ തിരിച്ചുവരവ് നടത്തുക തന്നെ ചെയ്യും. തൂണിലും തുരുമ്പിലും എന്തിന് ഒരു പുൽക്കൊടിയിൽ പോലും ഈശ്വരനെ ദർശിക്കുവാൻ പഠിപ്പിക്കുന്ന ആ ചൈതന്യം തന്നെയാണ് നമ്മിലുള്ളത്. അഹം ബ്രഹ്മാസ്മി എന്ന മഹത്തായ തത്വം പ്രവഹിപ്പിക്കുന്ന ഭാരതീയ പൈതൃകത്തെയും സനാതനധർമ്മത്തെയും തകർക്കുവാൻ ബാഹ്യമായ ഒരു ശക്തിക്കും സാധ്യമല്ല തന്നെ. ഈ അതിപുരാതന ക്ഷേത്രവും ഈ പുണ്യഭൂമിയും അതീവ ധന്യമായ ഒത്തിരി ദിവ്യാനുഭവങ്ങൾ തന്നെയാണ് പകർന്നു തന്നത്. തീർച്ചയായും വന്നു കണ്ട് അനുഭവിക്കേണ്ട ഒരു പുണ്യ പൈതൃക സമ്പത്ത് തന്നെയാണ് ഈ മഹാക്ഷേത്രം. കൈലാസനാഥൻ തിരുമത്തളിയപ്പനായി വാണരുളുന്ന ഈ പുണ്യ പൈതൃക ഭൂമിയെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഉച്ചരിച്ച എല്ലാ അക്ഷരങ്ങളും മഹത്തായ സംരക്ഷണവും വാത്സല്യവും എല്ലായ്പ്പോഴും സമ്മാനിക്കാറുള്ള നാഗഭൂഷണങ്ങളാൽ അലങ്കൃതമായ ഏറെ പ്രിയപ്പെട്ട ആ പൊന്നു തൃപ്പാദങ്ങൾക്ക് അർച്ചനയായി സമർപ്പിക്കുന്നു. പഞ്ചാനനായ ഫണിരാജവിഭൂഷണായ ഹേമാംശുകായ ഭുവനത്രയമണ്ഡിതായ ആനന്ദഭൂമിവരദായ തമോമയായ ദാരിദ്ര്യദുഃഖദഹനായ നമഃ ശിവായ. ഏവർക്കും സർവമംഗളങ്ങളും ആശംസിക്കുന്നു. ഇനി വേറൊരു പുണ്യഭൂമിയിൽ വെച്ച് കാണും വരെയും തൽക്കാലത്തേക്ക് വിട. തിരുമത്തളിയപ്പൻ നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ. നമഃ പാർവതീപതയേ. ഹരഹര മഹാദേവ. ഓം നമഃ ശിവായ.